നമസ്കാരം. കത്തിയായിട്ട് എന്നാന്നല്ലേ കത്തി വേഷങ്ങള്. ഈ ഒരു മിനിറ്റ് നമ്മുടെ പാല് തിളപ്പിക്കാൻ വെച്ചാൽ എന്നാന്നറിയാവോ? കഴിഞ്ഞ ഞാൻ ചോദിച്ച സാധനം നമ്മുടെ കപ്പളങ്ങ, ചിലടത്ത് പപ്പായ. ഇംഗ്ലീഷ് പീപ്പിൾ പപ്പായ, ചിലടത്ത് കറുമുറായോ. ഓരോ പേര് കേട്ടോ. ഈ പാവം പിടിച്ചവൻ എന്തോരം പേരാന്ന്. നമുക്കിത് മുറിക്കാവേ. കഴിഞ്ഞ ദിവസം തൊട്ട് എന്റെ സാമ്പാർ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന് അല്ലെ ആൾക്കാർ ചോദിച്ച ഒരു സാധനം കേട്ടോ. ലിറ്റി സാമ്പാർ റെസിപ്പി ഇട്, സാമ്പാർ റെസിപ്പി ഇടുന്ന്. എന്റെ പൊന്നു മക്കളെ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സാമ്പാർ തീർന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാ ആഴ്ചയും നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കും. അടുത്ത ദിവസം ഡെഫിനറ്റ് ആയിട്ടും ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി ഇടുന്നതായിരിക്കും. ഒരു 2 ദിവസം കൂടെ, ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഞാൻ സാമ്പാർ റെസിപ്പി ഇട്ടേക്കാം. ഇനി നിങ്ങൾ അതിനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മറന്നിട്ടില്ല, നിങ്ങളോട് ഞാൻ മറക്കുകയില്ല. പക്ഷെ ഈ സാമ്പാർ കഴിച്ചാൽ നിങ്ങളുടെ കെട്ടിയന്മാർ നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും, ഇന്നത്തെ സാമ്പാർ കൊള്ളാലോ എന്ന്. ഐ ആം ഡാം ഷുവർ. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇനി ആരും വിഷമിപ്പിക്കണ്ട, ഞാൻ സാമ്പാർ റെസിപ്പി ചോദിച്ചിട്ട് ഞാൻ തന്നില്ലെന്ന്. അതുപോലെ ആരാണ് എന്നോട് ചോദിച്ചു മീൻ വറക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാവോ. മീൻ വറക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കുന്നതാണോ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ട് എനിക്കൊരു സംശയം. എന്നാലും ചോദിച്ചതല്ലേ, ഞാൻ കാണിച്ചു തന്നേക്കാം കേട്ടോ. പിന്നെ പിന്നെ പറയൂ, പിന്നെ എന്നാ ഉണ്ടെന്ന് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും? ഞാൻ പറഞ്ഞ ഐഡിയ വെച്ച് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക റെസിപ്പി കിട്ടിയോന്ന്. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? നിങ്ങളുടെ കെട്ടിയവന്മാര് ഗിഫ്റ്റ് ഒക്കെ തന്നോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടിയെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പിന്നെ പറയൂ, സുഖമാണോ? കപ്പളങ്ങ ആണോ ആർക്കെങ്കിലും? ചിലപ്പോഴത്തെ കപ്പളങ്ങ നല്ലതാണേ, ചിലപ്പോഴത്തെ കൊള്ളത്തില്ല. ഈ ഫ്രിഡ്ജ് വെച്ച ഇത് പഴുക്കല്ല, അതുകൊണ്ട് പുറത്ത് വെച്ചോണ്ട് തൊലിക്കൊരു കറുപ്പ് കളർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ നാട്ടിലൊക്കെ എന്തോരം കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഈ കപ്പളങ്ങ, ചക്ക, മാങ്ങ, പൈനാപ്പിള്, പിന്നെ കുമ്പളങ്ങയില്ല കേട്ടോ, സോറി, പേരയ്ക്ക, ആത്തയ്ക്ക. ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് ചിന്തിക്കാൻ പോലും മേലായിരുന്നു. എൻ്റെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒന്നും കാശ് കൊടുത്ത് വാങ്ങിച്ച് ഞാൻ ഇപ്പം പിന്നെ ആങ്ങളുടെ കൊച്ചൊക്കെ പിള്ളേരൊക്കെ ആയ പിന്നെ ആപ്പിളൊക്കെ വാങ്ങിക്കും. പക്ഷെ എൻ്റെ പപ്പ മറ്റേ പൊറോട്ടയ്ക്കെതിരാന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് മുഴുവൻ വിഷമാ, കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനെതിരാ കേട്ടോ. പപ്പ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, കപ്പളങ്ങ, പാവയ്ക്ക ഒരു പഴമല്ലല്ലോ. ഇങ്ങനത്തെ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫ്രൂട്ട്സ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തോ എല്ലാ പ്രാവശ്യം എന്നെങ്കിലും കാണും. കൊള്ളാം കേട്ടോ. അപ്പൊ ശരി, എന്നാ കഴിച്ചു വരാം.